പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായമായ എന്ന സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവിനോട് അഭയം ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഖുൽ നബിയെ തങ്ങൾ പറയുക, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതായ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ഞാൻ അഭയം ചോദിക്കുന്നു. നാം അല്ലാഹുവോട് ചോദിക്കേണ്ട രൂപമാണ് മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഇലാഹിന്നാസ്, അഥവാ ജനങ്ങളുടെ ആരാധ്യനായ അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരെ കൊണ്ട് തിന്മ തോന്നിപ്പിച്ച് പിന്മാറിക്കളയുന്നവരുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. കിടക്കാൻ നേരത്ത് എന്ന സൂറത്ത്, ഇഖ്ലാസ് സൂറത്ത്, അതുപോലെ തന്നെ റബ്ബിൽ ഫലഖ് എന്ന സൂറത്ത്, റബ്ബിൻ നാസ് എന്ന സൂറത്ത്, ഈ മൂന്ന് സൂറത്തുകളും 3 വട്ടം ഓതി 2 കൈകളിൽ ഓതി ശരീരം മുഴുവനും തടവി ഉറങ്ങണമെന്ന് ഹബീബാനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, പേടി സ്വപ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ്. അത്രക്കും പവറുള്ള വലിയ അർത്ഥവത്തായ സൂറത്താണ് ഈ സൂറത്തുകൾ. ഈ സൂറത്ത് തുടർന്ന് പറയുന്നു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ചീത്ത കാര്യങ്ങൾ തോന്നിപ്പിക്കുന്ന വ്യക്തികൾ, മിനൽ ജിന്നത്തി വന്നാസ്, അത് മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും. മനുഷ്യരെ കൊണ്ട് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ, നിനക്ക് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്ന് പ്രത്യക്ഷത്തിൽ ചോദിക്കുന്ന മനുഷ്യരായ ശത്രുക്കൾ. അതുപോലെ തന്നെ നമ്മൾ അതറിയാതെ തന്നെ അദൃശ്യമായി വന്നുകൊണ്ട് നമ്മളെ കൊണ്ട് തെറ്റുകൾ തോന്നിപ്പിക്കുന്ന ജിന്നുകൾ, ശൈത്വാന്മാർ, ഇവരെ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് നാം എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം. കിടക്കാൻ നേരത്ത് ഈ സൂറത്ത് ഒരു 3 വട്ടം ഓതണം എന്നാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്ന വലിയ അർത്ഥവത്തായ ഒരു സൂറത്ത് കൊണ്ടാണ് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളെ അവസാനിപ്പിക്കുന്നത്. 114 സൂറത്തുകൾ ഖുർആനിലുണ്ട്. അതിൽ 14ാമത്തെ 114ൽ 14ാമത്തെ സൂറത്താണ് ഈ സൂറത്ത്. അല്ലാഹു ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. തെറ്റ് ചെയ്യാനുള്ള പ്രേരണകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു തരട്ടെ. തെറ്റ് ചെയ്യാനുള്ള പ്രേരണ മനുഷ്യൻ 2 പേർക്ക് കിട്ടും. ഒന്ന്, അവന്റെ സ്വന്തം കരുത്തുകൊണ്ട് തന്നെ, മനസ്സിന്റെ കരുത്തുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ മനുഷ്യന് ഉണ്ടാവാറുണ്ട്. അതിന് നഫ്സാനിയായ പാപം എന്ന് പറയും. അതുകൂടാതെ തന്നെ പിശാചിന്റെ പ്രേരണ കൊണ്ടുണ്ടാവാറുണ്ട്. അതിന് ശൈത്വാനിയായ പ്രേരണ എന്ന് പറയും. ഇങ്ങനെ 2 പ്രേരണകളുണ്ട്. അതിനൊക്കെയും അഭയം ചോദിക്കാനാണ് ഈ സൂറത്തുകൾ അല്ലാഹു ഖുർആനിൽ മനുഷ്യരോട് ഈ സൂറത്തിൽ പറയുന്നത്. ഇതിൽ അവതരിപ്പിച്ചിട്ടും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും നമ്മിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകാരിൽ നിന്നെല്ലാം പുറത്തു തരട്ടെ. ഇഹപര വിജയികളെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം ഈമാനുള്ള മരണം കിട്ടി സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരണപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.